നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷൻ കുടകൾ നൽകി. ദിവസങ്ങൾ തുടർച്ചയായി എഴുതി ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച പാട്ടോർമ്മകളുടെ പ്രകാശനം മെയ് 9. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മതിലകം പെരിഞ്ഞനം യൂണിറ്റുകൾ വാർഷികം നടത്തി. വാർത്തകൾ വിശദമായി. കടുത്ത വേനൽ ചൂടിനെ വകവയ്ക്കാതെ പണിയെടുക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വേണാട് ഫിനാൻസിന്റെ സഹകരണത്തോടെ തൊപ്പികൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷൻ മെമ്പർ അജ്മൽ ഷെരീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. മോഹനൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് മെമ്പർമാരായ അനിത ത്രിദീപ് കുമാർ, ഗീത രാമദാസ്, വേണാട് ഫിനാൻസ് ഡയറക്ടർമാരായ വിനീത് വിൻസെന്റ്, ബി ചന്ദ്രകുമാർ, വിഇഒ രശ്മി, മുൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ പട്ടാലി, പുരുഷോത്തമൻ തായങ്കോട്ട്, കരയാമുട്ടം സൊസൈറ്റി പ്രസിഡന്റ് കെ.എച്ച്. കബീർ, രഘുലാൽ വടക്കുംചേരി, സജിത്രൻ തയ്യിൽ, സുജിൽ കരിപ്പായിൽ, അഫീഫ് മുഹമ്മദ്, നൌഷാദ് തളിയപാടത്ത്, മുസ്തഫ ബഷീർ എന്നിവർ സംസാരിച്ചു. 41ഓളം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷൻ ഒപ്പം പദ്ധതി പ്രകാരം തൊപ്പികൾ വിതരണം ചെയ്തത്. നമ്മുടെ പ്രദേശത്തിന്റെ ശുചിത്വത്തിനും അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിനും ഒക്കെ വേണ്ടി വെയിലും മഴയും ഒന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മയിലെ ചേച്ചിമാർക്ക് നമ്മുടെ പിന്തുണ നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച് തൊപ്പി വിതരണം നൽകുന്നത് അവർക്ക് വെയിൽ ചൂടിൽ നിന്നുള്ളൊരു സംരക്ഷണം മാത്രമല്ല, അവർക്കുള്ളൊരു ആദരവും കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും അതുപോലെ ഇതിനോട് സഹകരിച്ച വേണാട് ഫിനാൻസിനും അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം എല്ലാവർക്കും എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി. വടക്കേക്കാരമുക്ക് സെന്റ് ജോസഫ് കുരിശുപള്ളിയിൽ വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാളിന്റെ ഭാഗമായി നടത്തുന്ന നവനാൾ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. ബുധനാഴ്ച വൈകിട്ട് ജപമാല, ആരാധന, വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, ദിവ്യബലി, സന്ദേശം, നൊവേന, തുടർന്ന് ജോസഫ് നാമധാരികളെ ആദരിക്കൽ, നേർച്ചഭക്ഷണം എന്നിവ ഉണ്ടായി. തൃശൂർ അതിരൂപത സഹായമെത്രന്മാർ ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിച്ചു. മെയ് 9 മുതൽ 11 വരെയാണ് തിരുനാൾ ആഘോഷിക്കുക. ശനിയാഴ്ച വീടുകളിലേക്ക് ലില്ലിപ്പൂവ് എഴുന്നള്ളിപ്പ് നടത്തും. വൈകിട്ട് 5:30 ജപമാല, ആരാധന, ലതീഞ്ഞ്, ദിവ്യബലി, സന്ദേശം, നൊവേന, തുടർന്ന് വിശുദ്ധന്റെ കൂടുതുറക്കൽ, തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, നേർച്ചഭക്ഷണം എന്നിവയും ഉണ്ടായിരിക്കും. ഫാദർ പോൾ ചാലിശ്ശേരി കാർമ്മികനാകും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ ഫാദർ ആൻസൺ നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടത്തും. ഫാദർ അനീഷ് കുത്തൂർ സഹകാർമ്മികനാകും. ഫാദർ ടൈസൺ മണ്ടുമ്പാൾ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. വൈകിട്ട് സെയിന്റ് വിൻസെന്റ് ഡി പോൾ യൂണിറ്റിൽ നിന്നും ലില്ലിപ്പൂവ് എഴുന്നള്ളിപ്പ് യൂണിറ്റിന്റെ വടക്കേ അതിർത്തിയിൽ നിന്നും ആരംഭിച്ച് രാത്രി 10 കുരിശുപള്ളിയിൽ സമാപിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 6 മരിച്ചവർക്ക് വേണ്ടിയുള്ള ദിവ്യബലി നടത്തും. ഫാദർ ടോണി വാഴപ്പള്ളി കാർമ്മികനാകും. വൈകിട്ട് 7 സിനിമാ പ്രദർശനം ഉണ്ടായിരിക്കും. വികാരി ഫാദർ പ്രതീഷ് കലറക്കൽ, കൈക്കാരന്മാരായ ജോസഫ് ജോയ് ചിറ്റിലപ്പള്ളി, സെബാസ്റ്റ്യൻ ജേക്കബ്, ജനറൽ കൺവീനർ ജോജു നെല്ലിശ്ശേരി, ജോയിന്റ് കൺവീനർമാരായ ആൻസൺ ആന്റണി, റെജിൻ വത്സൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ഒരുപക്ഷെ തന്റെ മുമ്പിലുള്ള ശിശുക്കളിൽ ഈശോ തന്നെ ആ ഉണ്ണീശോ ആയിരുന്ന സമയത്തെ കാര്യങ്ങളൊക്കെ അവരിൽ ഈ ഉണ്ണീശോയെ കണ്ടിട്ടുണ്ട്. മനുഷ്യനായി പിറന്ന കർത്താവ് തൻ്റെ ഈ ശിശുത്വത്തിൻ്റെ പൂർണ്ണത ദർശിച്ചത്, തിരിച്ചറിഞ്ഞത് വളർത്തുപിതാവായ യൗസേപ്പിതാവിൻ്റെ സ്നേഹ പരിലാളനയിൽ നിന്നാണ്. ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഉണ്ണിയായ ഈശോ അവരിൽ വളർന്നു വന്ന ഈശോയ്ക്ക് ഉണ്ണിയായ ഈശോയെ അവരിൽ കാണാൻ സാധിച്ചു. തന്നിൽ തന്നെ വളർത്തുപിതാവായ ഈശോയെ കാണാൻ, വളർത്തുപിതാവായ യൗസേപ്പിതാവിനെ കാണാൻ സാധിച്ചു. ഇനി വളർത്തുപിതാവായ യൗസേപ്പിതാവിൽ നിന്നുള്ള ആ സ്നേഹ പരിലാളന ഏറ്റപ്പോൾ
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പുത്രൻ തമ്പുരാൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് യഥാർത്ഥത്തിൽ യോസേപ്പ് പിതാവിലൂടെ സ്വീകരിച്ചത്. ഭാവിയിലെ സാങ്കേതിക വിദ്യകളും സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളും കോർത്തിണക്കി വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച സയൻസ് എക്സ്പോ ശ്രദ്ധേയമായി. സൈബർ സെക്യൂരിറ്റി, മിസൈൽ സാങ്കേതികവിദ്യ, സ്മാർട്ട് സിറ്റി, അഡ്മിനിസ്ട്രേഷൻ സോഫ്റ്റ്വെയറുകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന വിഷയങ്ങളിലെ മികവുറ്റ അവതരണങ്ങൾ കൊണ്ട് എക്സ്പോ സമ്പന്നമായിരുന്നു. വിശുദ്ധ ഖുർആനിലെ ശാസ്ത്ര സൂചകങ്ങളെ കോർത്തിണക്കി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഖുർആൻ പവലിയനും ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളുടെ ക്രിയാത്മകമായ ചിന്തകളും സാങ്കേതിക പരിജ്ഞാനവും പ്രകടമായ പ്രദർശനം സന്ദർശകർക്കിടയിൽ പ്രശംസ പിടിച്ചുപറ്റി. നവീന ആശയങ്ങളെ പ്രായോഗിക തലത്തിലെത്തിക്കാൻ വിദ്യാർത്ഥികൾ കാണിച്ച താൽപ്പര്യം ഏറെ പ്രചോദനാത്മകരമായിരുന്നു എന്ന് ഇസ്ര ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ പറഞ്ഞു. ദിവസങ്ങൾ തുടർച്ചയായി എഴുതി ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച സതീഷ് കുമാർ വിശാഖപട്ടണത്തിന്റെ പാട്ടോർമ്മകൾ 365 രണ്ടാം ഭാഗമായ മാനസമൈനെ വരൂ എന്ന പുസ്തകം മെയ് 9 രാവിലെ 11 മണിക്ക് തൃശൂർ ലളിതകലാ അക്കാദമിയിൽ പ്രകാശനം ചെയ്യും. മലയാള സിനിമയെ ആദ്യമായി പൊന്നണിയിച്ച ചെമ്മീനിന്റെ നിർമ്മാതാവ് കൺമണി ബാബുവിനും ആ ചിത്രം മനോഹരമായി അണിയിച്ചൊരുക്കിയ രാമു കാരട്ടിനുമാണ് ഗ്രന്ഥകർത്താവ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. തൃശൂർ ലിറ്റററി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതി സംഘടിപ്പിക്കുന്ന പരിപാടി പ്രശസ്ത ഗാനരചയിതാവ് MD രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര സംവിധായകൻ അമ്പിളി, ജയരാജ് വാര്യർ, TG രവി, K രഘുനാഥൻ, K ഉണ്ണികൃഷ്ണൻ, അപർണ ബാലകൃഷ്ണൻ, അനുജ, I ഷൺമുഖദാസ്, മോഹൻദാസ് പാറപ്പുറത്ത്, ഹരി P നായർ, ഗായത്രി പത്മനാഭൻ, PC ഹരീഷ്, ബാവ സൈനുദ്ദീൻ, കരീം പന്നിത്തടം തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. പാട്ടോർമ്മകളുടെ അപൂർവ ചരിത്രം തുടിക്കുന്ന ഫോട്ടോകളുടെ പ്രദർശനവും ഉണ്ടായിരിക്കും. ഇടവേള. Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ,
പരിഹാരവും ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. വാർത്തകൾ തുടരുന്നു. ചളിങ്ങട് ഹംസ മുസ്ലിയാരുടെ 19ാമത് ഉറൂസ് മുബാറക്കിന് നാളെ തുടക്കമാകും. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ശേഷം പതാക ഉയർത്തൽ, മഖാം സിയാറത്ത്, രാത്രി 7-ന് മൗലീദ് സദസ്സ് എന്നിവ നടക്കും. ശനിയാഴ്ച രാത്രി 7:30 നടക്കുന്ന ആത്മീയ മജ്ലിസ് മുഹമ്മദ് സജിർ ഫൈസി പെരുമ്പാവൂർ ഉദ്ഘാടനം ചെയ്യും. സലാഹുദ്ദീൻ ഫൈസി വെന്നിയൂർ മുഖ്യ പ്രഭാഷണം നടത്തും. സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റുപുഴ ആത്മീയ മജ്ലിസിന് നേതൃത്വം നൽകും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് മൗലീദ് പാരായണം, രാവിലെ 10:30 മുതൽ 12:30 വരെ ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും. രാത്രി 7:30 നടക്കുന്ന ഗത്തം ദുആ മജ്ലിസ് സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി ആന്ത്രോത്ത് ഉദ്ഘാടനം ചെയ്യും. ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് മുഖ്യ പ്രഭാഷണം നടത്തും. ഷൈഖുന അബ്ദു ഉസ്താദ് താനാളൂർ ഗത്തം ദുആ മജ്ലിസിന് നേതൃത്വം നൽകും. ബായാർ തങ്ങൾ ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകും. സ്വാഗത സംഘം ഭാരവാഹികളായ PA അബൂബക്കർ ഹാജി, PT മുഹമ്മദ് അലി, PM ഉസ്മാൻ ഹാജി, PM സൈനുദ്ദീൻ, PA ഷംസുദ്ദീൻ, PA മുഹമ്മദ്, ഗഫൂർ പള്ളിപ്പറമ്പിൽ, അനസ് അബൂബക്കർ, ഷിയാസ് വനിത തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2026 മെയ് 8, 9, 10 തീയതികളിൽ വെള്ളി, ശനി, ഞായർ ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് അവരുടെ 19ാമത് ഉറൂസ് മുബാറക്ക് തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ടവർ ഈ ചളിങ്ങാട് വന്നിട്ട് വാടാനപ്പള്ളി തെക്കേപ്പള്ളി, വടക്കേപ്പള്ളി, തെക്കേപ്പള്ളി എന്ന് പറയുന്ന തെക്കേപ്പള്ളി അംഗമാണ്. ഇവിടെ ഒരു ആശ്വാസം ജനങ്ങൾക്ക്, ഒരുപാട് ജനങ്ങൾ, എല്ലാ മതക്കാരും എല്ലാ ആളുകളും വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് സമാധാനപ്പെടുത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മതിലകം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ P മതിലകം അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി
PG രാമകൃഷ്ണൻ റിപ്പോർട്ടും ട്രഷറർ KK ബഷീർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി ക്ലീറ്റസ് തീയാടി, വൈസ് പ്രസിഡന്റ് PY ഷെഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തനം പറയുമ്പോൾ കണക്ക് വായിച്ചു, റിപ്പോർട്ട് വായിച്ചു. ഞാൻ പറഞ്ഞു കണക്ക് റിപ്പോർട്ട് കഴിഞ്ഞിട്ട് ഉദ്ഘാടനം പറഞ്ഞു. ഞങ്ങളല്ലേ പത്രത്തിനും പറഞ്ഞു. എന്തുകൊണ്ടാണ് അതെന്താ വെച്ചാല് ഇവിടുത്തെ ഒരു സ്റ്റാറ്റസ് നമുക്ക് കിട്ടും. അതൊക്കെ സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് കണക്ക് റിപ്പോർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് അത്ര അത് മനസ്സിലാവില്ല. എന്തായാലും വലിയ പുരോഗമനപരമായിട്ടാണ് യൂണിറ്റിന്റെ പ്രവർത്തനം. അത് നിങ്ങളുടെ ആളുകളൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനമാണ് ഇവിടെ നമുക്ക് പറയുന്നത്. എന്താ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനം? ജില്ലയിൽ 45,000 അംഗങ്ങൾ. എത്ര അംഗങ്ങളാ? 45,000 അംഗങ്ങൾ. ഈ വാർഷിക പൊതുയോഗങ്ങൾ കഴിയുമ്പോ 45,000 എന്നുള്ളത് എത്ര ഫോണൊക്കെ ആൾക്കാര് ബാക്കിലേക്ക് ഒപ്പി നോക്കിയ 45,000 എന്നുള്ളത് എത്രയായിട്ട് മാറും? വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് 49ാമത് വാർഷിക പൊതുയോഗം നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് VK സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം മണ്ഡലം കൺവീനർ സച്ചിദാനന്ദൻ ചികിത്സാ സഹായ വിതരണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KV ശരത്ചന്ദ്രൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ KO ആന്റണി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, യൂണിറ്റ് ഭാരവാഹികളായ KS അബ്ദുൾ ജബ്ബാർ, CS നിഷാദ്, പ്രസന്നകുമാർ, KK വിനയകുമാർ, ഫാത്തിമ ഇബ്രാഹിം, KP രാജേഷ്, VK രാജേന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി CS നിഷാദിനെ പ്രസിഡന്റായും KS അബ്ദുൾ ജബ്ബാറിനെ ജനറൽ സെക്രട്ടറിയായും പ്രസന്നകുമാറിനെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു. 49 വർഷക്കാലത്തെ പ്രവർത്തനം ഈ മേഖലയിൽ വ്യാപാരികൾക്കും പൊതുസമൂഹത്തിൽ ഗുണകരമാകുന്ന രീതിയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്, നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താൻ വ്യാപാരി സമൂഹത്തിന് കഴിയും. അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് വ്യാപാര മേഖലയിലും അതോടൊപ്പം പൊതുസമൂഹത്തിലും ഗുണമുണ്ടാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് കഴിയും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷൻ കുടകൾ നൽകി. $365 ദിവസങ്ങൾ തുടർച്ചയായി എഴുതി ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച പാട്ടോർമ്മകളുടെ പ്രകാശനം മെയ് 9. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മതിലകം പെരിഞ്ഞനം യൂണിറ്റുകൾ വാർഷികം നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.